ഹായ്, ഇന്നത്തെ എൻ്റെ പ്ലംബിംഗ് വർക്കാണേ. ഇതിന് മുമ്പേ കൺസീലിൽ അടിച്ച വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. ഇതാണ് കൺസീലിൽ ചെയ്തത്. പൈപ്പിൻ്റെ വർക്ക് ചെയ്തതാണത്. ഇത് ചെയ്യുന്നത് വേറെ സാധാ ചെയ്യുമ്പോൾ ചെയ്തേക്കണേ, വേറെ വ്യത്യാസമൊന്നുമില്ല. 3 ലൈൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹീറ്ററും നോർമൽ വെള്ളവും പ്രഷർ ലൈനും മാത്രമാണ് കണക്ട് ചെയ്തേക്കുന്നത്. സിംഗിൾ പീസിൻ്റെ ലൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അപ്പുറത്ത് ബാത്റൂമുണ്ട്, അവിടെയും ഇതുപോലെ എടുക്കണം. 4 ബാത്റൂമുണ്ട്, മുകളിലും താഴെയായിട്ട്. അങ്ങനെ ഇത് 2 അപ്പുറം ഇപ്പുറം ഒരു ബാത്റൂം. ടീ ഇട്ട് അപ്പുറത്ത് എടുത്തേക്കുക, ഒരു ഹീറ്റർ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം എടുത്തേക്കുക. ഇവിടെ ഹീറ്റർ വെച്ചേക്കുന്നത്. പ്രഷർ ലൈനും ഇവിടെ ഒരു സൈഡാക്കി കയറ്റിയില്ല. അതിൻ്റെ അടുത്ത ബാക്കിലെ ബാത്റൂമാണിത്. അല്ലേ, ടീ ഇട്ട് നേരെ വന്നിട്ട് ഇത്ര ലൈനേ ഉള്ളൂ ഹീറ്റർ. അപ്പോൾ ഒരു സൈഡിൽ 2 ബാത്റൂമിലും കിട്ടും ഹീറ്റർ ലൈന്. പ്രഷർ ലൈൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം നമ്മൾ അടി കുറയ്ക്കാൻ കാരണം അങ്ങനെ ചെയ്തേക്കുന്നത് 4 ഇഞ്ച് കെട്ടാണ്. ഇത് നേരെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും. പക്ഷേ അവിടുത്തെ കൺസിലടി അവിടെ ആയതുകൊണ്ട് ചെറിയ കെട്ട 4 ഇഞ്ച് കെട്ട പൊട്ടിപ്പോവും. അത്രയും ഭാഗം പൊള്ളയായിട്ടിരിക്കും, കാരണം കല്ലളായി പോകും. അതിന് പകരമാണ് താഴ്ത്തി ഇങ്ങനെ സെപ്പറേറ്റ് അടിച്ച് കയറ്റിയിരിക്കുന്നത്. കണ്ടില്ലേ, അതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം.